ജീവിതത്തിൽ ഒരു രക്ഷയില്ലാത്ത സാഹചര്യമാണ്. ഇനി മുമ്പിലേക്കൊരു മാർഗം വേറൊന്നുമില്ല. ആകെ എല്ലാം കൊണ്ടും വഴിമുട്ടി നിൽക്കുകയാണ്, വലിയ ഗതികേടിലാണ് എന്നെല്ലാം തോന്നുന്ന ചില അവസരങ്ങൾ ഉണ്ടാകാം. പക്ഷേ അത്തരത്തിലൊരു തോന്നൽ, അത്തരത്തിലൊരു സാഹചര്യം ഒരു വ്യക്തിയുടെയും ജീവിതത്തിൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യം. കാരണം ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്തുമായിക്കൊള്ളട്ടെ, അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. പക്ഷേ ഈ നിമിഷം മുതൽ നമുക്ക് നമ്മുടെ ജീവിതം എപ്രകാരമായിരിക്കണം എന്നുള്ളത് നമുക്ക് തന്നെ തിരഞ്ഞെടുക്കാവുന്നതാണ്. അത് എപ്രകാരമാണെന്നോ നമ്മുടെ ചിന്തകൾ കൊണ്ട് ഈ നിമിഷം മുതൽ നമ്മുടെ ജീവിതം എപ്രകാരമാകണമെന്ന് നാം ആഗ്രഹിക്കുന്നു, ആ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ജീവിത ചിന്തകൾ കൊണ്ട് മാത്രം നമ്മുടെ ദിനം നിറയ്ക്കുക. ഓരോ നിമിഷവും നാം ആഗ്രഹിക്കുന്ന ജീവിതത്തെപ്പറ്റി മാത്രമുള്ള ചിന്തകളിൽ, അതിനെപ്പറ്റിയുള്ള സന്തോഷത്തിൽ മാത്രം ജീവിക്കുക. ഒരുപക്ഷെ ഇതൊരു ദിവാസ്വപ്നം കാണുന്നതിന് തുല്യമായിരിക്കും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, തുടർച്ചയായി നമ്മുടെ ജീവിതത്തെപ്പറ്റി നാം തന്നെ കാണുന്ന ഇത്തരത്തിലുള്ള ശുഭസൂചകമായ നല്ല ചിന്തകൾ, അതേപ്പറ്റിയുള്ള നല്ല വാക്യങ്ങൾ, അഫർമേഷൻസ് തെരഞ്ഞെടുത്തുകൊണ്ട് വിഷ്വലൈസേഷനിലൂടെ നമുക്ക് നാം ഉദ്ദേശിക്കുന്ന എത്ര ഗതികേടിലാണെങ്കിലും, ഇതൊരു പക്ഷേ സാമ്പത്തികമായ ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ കുടുംബ പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ ബന്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിള്ളലുകളായിരിക്കാം, എന്ത് തന്നെ ആയിരിക്കട്ടെ, നാം നമ്മുടെ നാളെകൾ എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് തന്നെ നമ്മുടെ ചിന്തകളിലൂടെ നമുക്ക് വ്യക്തമായി സ്ഥാപിച്ചെടുക്കാവുന്നത് തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ നാളത്തെ ജീവിതം എപ്രകാരമാകണം എന്നുള്ളത് നാം ആഗ്രഹിക്കുന്നുവോ, ആ ആഗ്രഹിക്കുന്ന ജീവിതത്തെപ്പറ്റി മാത്രം ചിന്തിക്കുക. ആ ആഗ്രഹിക്കുന്ന ജീവിതത്തിലെ ഓരോ അനുഭവങ്ങൾ മാത്രം അനുഭവിക്കുക. അതിനെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അതിന് ജീവൻ കൊടുക്കുക. അങ്ങനെ അതിന് നന്ദി പറയുകയും ചെയ്യുക. പ്രപഞ്ചത്തിന് എനിക്ക് ഇത്രയും നല്ല ഒരു ജീവിതം, അല്ലെങ്കിൽ എന്റെ ബിസിനസ് ഇത്രയും നല്ലതാക്കി തന്നതിന്, അല്ലെങ്കിൽ എനിക്ക് ഇത്രയും നല്ലൊരു ജോലി തന്നതിന്, എനിക്ക് ഇത്രയും നല്ലൊരു കുടുംബം തന്നതിന്. ഒരുപക്ഷെ ഈ സമയത്ത് നമുക്ക് ഇതൊന്നും ഉണ്ടാകുകയില്ല. അതെല്ലാം ഒരുപക്ഷെ തീർത്തും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്നായിരിക്കാം നാം പറയുന്നത്. പക്ഷെ ഈ നിമിഷം വരെ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മൾ പരിഗണിക്കേണ്ടുന്നതേയില്ല. പകരം നാളത്തെ ജീവിതം എപ്രകാരമായിരിക്കണം എന്ന് മനസ്സുകൊണ്ട് കണ്ടിട്ട് ആ നല്ല ജീവിതത്തെപ്പറ്റി മാത്രം ചിന്തിക്കുക. ഓരോ നിമിഷവും ആ നല്ല സാഹചര്യങ്ങൾ മാത്രം മനസ്സിൽ നിറയ്ക്കുക. അതേപ്പറ്റി പോസിറ്റീവായി സംസാരിക്കുക. യാതൊരു സംശയവും വേണ്ട, പതുക്കെ പതുക്കെ നമ്മുടെ ജീവിതം ഇത്തരത്തിൽ പോസിറ്റീവായി സന്തോഷകരമായി മാറുന്നത് നമുക്ക് അനുഭവിക്കാം.